ജനാധിപത്യം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം പൗര സമൂഹം ഏറ്റെടുക്കണമെന്ന് SDPI കർണാടക സംസ്ഥാന പ്രസിഡന്റ് KH അബ്ദുൽ മജീദ് മൈസൂർ പറഞ്ഞു. രാജ്യത്തിൻ്റെ വീണ്ടെടുപ്പിനെ SDPI സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്രയ്ക്ക് എറണാകുളം ജില്ലാ കമ്മിറ്റി നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്നുച്ചയ്ക്ക് 3 മണിക്ക് കളമശ്ശേരിയിൽ നിന്നും നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് ജാഥയെ സ്വീകരണ കേന്ദ്രമായ പെരുമ്പാവൂരിലേക്ക് വരവേറ്റത്. ജാഥ ക്യാപ്റ്റന്മാരെ തുറന്ന വാഹനത്തിൽ ആലുവ മാർക്കറ്റ്, ബാങ്ക് ജംഗ്ഷൻ, പമ്പ് ജംഗ്ഷൻ, ചൂണ്ടി, ചെമ്പറക്കി, സൗത്ത് വാഴക്കുളം, പോനാശ്ശേരി വഴി പാലക്കാട്ട് താഴം വരെ വാഹനജാഥയായാണ് എത്തിയത്. അവിടെ നിന്ന് ബഹുജന റാലിയായി സ്വീകരണ സമ്മേളന വേദിയായ പെരുമ്പാവൂർ നഗരത്തിലേക്ക് ആനയിച്ചു. പാലക്കാട്ട് താഴത്തു നിന്നാരംഭിച്ച ബഹുജന റാലിയിൽ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ആയിരങ്ങൾ അണിനിരന്നു. പ്രശ്നമാണെങ്കിലും കലാപത്തിന്റെ പ്രശ്നമാണെങ്കിലും വിലക്കയറ്റത്തിന്റെ പ്രശ്നമാണെങ്കിലും വിഭാഗീയതയുടെ പ്രശ്നമാണെങ്കിലും ഈ രാജ്യത്തെ ഏതെല്ലാം പ്രശ്നങ്ങളുണ്ട് മുഴുവനും നമ്മുടെ കുടുംബത്തിൽ നാം ഓരോരുത്തർ ഉൾപ്പെടെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. നിരന്തരമായി ഇതിനെക്കുറിച്ച് ആപരാധി പറയുന്നവരാകുന്നതിനപ്പുറത്ത് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിരന്തരമായി സമരം ചെയ്യേണ്ടി വരും നമുക്ക് എന്നതിനോടൊപ്പം രാജ്യത്തിന്റെ ഭരണഘടന നടപ്പിലാക്കുന്ന അധികാരത്തിന്റെ സിംഹഭാഗവും ഈ പാർട്ടികൾക്കെല്ലാം കൊടുത്തു. അവസാനം സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യയിൽ 75 വർഷം പിന്നിടുമ്പോൾ ആകെ പ്രശ്നമാണ്. രാജ്യത്ത് ഞങ്ങൾക്ക് സ്വസ്ഥതയില്ല, സമാധാനമില്ല, ഭീതിയാണ്, അക്രമമാണ്, അനീതിയാണ്, വിലക്കയറ്റമാണ്, വംശീയ കലാപങ്ങളാണ്, ആൾക്കൂട്ട കൊലപാതകങ്ങളാണ്, കോടതി പോലും വഴിതെറ്റിക്കൊണ്ടിരിക്കുന്നു, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വർഗീയത പറയുന്ന ഭരണകൂടത്തിന് ഒത്താശ ചെയ്യുന്ന എല്ലാം ആവലാതി പറയുന്നവരായി ഇന്നും തുടരുകയാണ്. ജനമുന്നേറ്റ യാത്ര എന്ന നമ്മുടെ ഏറ്റവും ഗംഭീരമായ യാത്ര നമ്മൾ ആരംഭിച്ചു. യാത്ര ആരംഭിക്കുമ്പോൾ നമുക്കൊരു ആശങ്ക, ഒന്ന് സാമ്പത്തികം, 2 കാലാവസ്ഥ, സമയം, പാർലമെന്റ് ഇലക്ഷൻ വരുന്നു, ഇങ്ങനെ ഒട്ടനവധി അലട്ടുന്ന പ്രശ്നങ്ങളാണ്. പക്ഷെ നമ്മൾ യാത്ര 14-ാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ആ വേദിയിൽ തുടങ്ങി ഇന്ന് ഇതേ നിമിഷം വരെ ആവേശം ഒട്ടും ചോർന്നു പോകാതെ അതിസാഹസികമായ രാജ്യം ഭരിച്ച, സംസ്ഥാനം ഭരിച്ച പാർട്ടികൾ ഇന്ന് യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിനേക്കാൾ ഏറ്റവും വിശേഷപ്പെട്ടത്, നമ്മൾ യാത്ര പ്രഖ്യാപിച്ചതിന് ശേഷമാണ് BJP ആണെങ്കിലും UDF ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഇനി എല്ലാ പാർട്ടികളും കൂടി ആലോചിച്ച് യാത്ര തുടങ്ങിയത് നമ്മൾ യാത്ര ഡിക്ലെയർ ചെയ്തതിന് ശേഷം. അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി, സമരങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എത്തിപ്പെടുന്നത് ആദ്യം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. നമ്മൾ എത്തിയതിന് ശേഷമാണ് മറ്റുള്ളവർ വരുന്നത്. നമ്മൾക്കിപ്പോ സംസ്ഥാനത്തോ ദേശീയ തലത്തിലോ ഒന്നും ഭരണമില്ല. നമുക്ക് 700 പഞ്ചായത്ത് മെമ്പർമാരും കോർപ്പറേഷൻ കൗൺസിലർമാരും ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് മെമ്പർമാരും. ജില്ലാ പ്രസിഡന്റ് VK ഷൗക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK റൈഹാനത്ത്, ജാഥ വൈസ് ക്യാപ്റ്റൻ റോയ് അറയ്ക്കൽ, സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് AK സലാഹുദ്ദീൻ, വിമൺ ഇന്ത്യ മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് സുനിത നിസാർ, SDPI സംസ്ഥാന പ്രവർത്തക സമിതി അംഗം VM ഫൈസൽ, ജില്ലാ ജനറൽ സെക്രട്ടറി അജ്മൽ K മുജീബ, ജില്ലാ സെക്രട്ടറി ബാബു മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. ജാഥ വൈസ് ക്യാപ്റ്റൻ തുളസീധരൻ പള്ളിക്കൽ, പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി അജ്മൽ ഇസ്മായിൽ, സംസ്ഥാന സെക്രട്ടറിമാരായ KK അബ്ദുൽ ജബ്ബാർ, ജോൺസൺ കണ്ടഞ്ചിറ, വിമൺ ഇന്ത്യ മൂവ്മെന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MI ഇർഷാന, പെരുമ്പാവൂർ നഗരസഭാ കൗൺസിലർ ഷമീന ഷാനവാസ്, SDPI സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങൾ, ജില്ലാ മണ്ഡലം ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ദീഖ് കാരക്കാടനൊപ്പം സനൂപ് കളമശ്ശേരി.